അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഷെയ്ഖ് മുശ്രിക്കാക്കാൻ വേണ്ടി വരുന്ന ഈ സന്ദർഭത്തിൽ ഇബ്നു തീമിയുടെ ഇഖ്തുല്ലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വന്ന സംഭവങ്ങൾ അതൊരു 339 പേജിൽ വന്ന ഒരു സംഭവം 770 സംതിങ് പേജ് ആണ് നമ്മുടെ ഷെയ്ഖ് ഇവിടെ ഉദ്ധരിച്ച് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതല്ല എന്ന് വിശദീകരിക്കാൻ പോക്കറ്റിൽ നിന്ന് കുറേ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു തൈമി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഈ ഗ്രൂപ്പിൽ പറഞ്ഞത് ശ്രദ്ധിച്ചു. ആ സംഭവം അന്ന റജുലൻ ജാഅ ഇലാ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശക്കാ ഇലൈഹിൽ ജദ്ബ ആമ ദിമാദത്തി ഫറആഹു വഹുവ യഅ്മുറുഹു അൻ യഅ്തിയ ഉമറ ഫയഅ്മുറുഹു അൻ യഖ്റുജ ഫയസ്തഖിയ ബിന്നാസ്. ഈ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്ന് മഴയില്ലാത്തതിനെ പറ്റി നബിയോട് ആവലാതി ബോധിപ്പിച്ച് ആ സംഭവം എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇബ്നു തൈമി എഴുതുന്നുണ്ടോ, ഫഇന്ന ഹാദാ ലൈസ മിൻ ഹാദൽ ബാബ്, അതും ഈ അധ്യായത്തിൽ വിമർശിക്കപ്പെടുന്നതിൽ പെട്ടതല്ല. എന്നിട്ട് പറയുന്ന കേട്ടോ, മിസ്ലു ഹാദാ യഖഉ കസീറൻ ലിമൻ ഹുവ ദൂനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്ഥാനം കുറഞ്ഞവർക്ക് തന്നെ ധാരാളമായി അങ്ങനെ സംഭവിക്കാറുണ്ട്. നബിയോട് ആവലാതി പറഞ്ഞപ്പോൾ അതിന് ഉത്തരം കിട്ടിയ സംഭവം ഇബ്നു തൈമ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇബ്നു തൈമിയ വഅരിഫു വഹദാമുത്തകല്ലിമ, എനിക്കറിയാം മിൻ ഹാദൽ വഖാഇ കസീറൻ, ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ എനിക്കറിയാം. എന്നിട്ട് മൗലവി പറയുന്നു, ഷെയ്ഖ് പറയുന്നു, അങ്ങനെയൊന്നും ഇബ്നു തൈമിയ ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം 700 സംതിങ് പേജിൽ വന്ന ആ കാര്യം ഇബാദത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ചാണ് അവിടെ ആ പറയുന്നത്. ഫി ഖസ്ദിൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി വരുന്ന ഇസ്തിഗാഥയായാലും എന്തായാലും അത് ശിർക്കാണ് എന്നതിൽ ആർക്കും ഇവിടെ തർക്കമില്ല. അദ്ദുആഉ വൽ ഇബാദ, ഇബാദത്താകുന്ന പ്രാർത്ഥന അത് അള്ളാഹുവിനോടേ പറ്റുകയുള്ളൂ എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് മൗലവി പറയുന്നു, മഹാന്മാരുടെ ഖബറിൻ്റെ അരികിൽ വെച്ച് പോലും അള്ളാഹുവിനോട് പോലും ദ്വാരക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഷെയ്ഖ് ഉദ്ധരിച്ച ഒരു ഇമാമാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അംഗീകരിക്കുന്ന ഒരു ഇമാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാനവറുകളുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് 1-ാം പേജ് 336-ാം പേജിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വവസലൽ മദീനത ഫീ 7 അയ്യാമിൻ വറജഅ മിൻഹാ ഇല ശാം ഫീ യൗമൈനി വനിസ്ഫിൻ ബിദുആഇഹി ഇൻദ ഖബരി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫഉഹി ബിഹി ഫീ തഖ്ലീബി തരീഖിഹി. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്ന് മദീനയിൽ എത്തിയത് 7 ദിവസം
എടുത്താണ് മദീനയിലെത്തിയത്. വറജഅ മിൻഹാ ഇല ഷാമി ഫി യൗമൈനി വനിസ്ഫിൻ. 2.5 ദിവസം കൊണ്ട് മദീനയിൽ നിന്ന് ഷാമിൽ തിരിച്ചെത്തി മഹാനവറുകൾ. അതിനുള്ള റീസൺ പറയുന്നത് കേട്ടോ. ഇമാം നബവി തങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ബിദുആഇഹി, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ദുആ കാരണമാണ്. ഇൻദ ഖബരി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ സമീപത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആരുന്നതിൻ്റെ ഫലം കിട്ടിയതാണ്. 1. വതശഫുഇ ബിഹി ഫീ തഖ്രീബി തരീഖിഹി, വഴി ചുരുക്കി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ആവശ്യപ്പെട്ടതും കൊണ്ടാണ് ഈ 2.5 ദിവസം കൊണ്ട് തിരിച്ചെത്താൻ കാരണമെന്ന് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിൻ്റെ സംഭവം വിവരിക്കുകയാണ്. ഈ സംഭവം ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അസ്മാഉൽ ലുഗാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇബ്നു തൈമിയ ഇതൊന്നും കാണാത്ത ആളാണോ ഈ സംഭവങ്ങൾ? 1. രണ്ടാമത്തെ, ഇബ്നു തൈമിയ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനൊരു വിശദ മറുപടി പ്രതീക്ഷിക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ജലീൽ സഖാഫിയുടെ സംസാരം നാം കേട്ടു. അദ്ദേഹം വാദിക്കുന്നത് ഇബ്നു തൈമിയ ഇഖ്തിദാഇൽ ഇസ്തിഗാസയെ അനുകൂലിക്കുന്നുണ്ട്, അഥവാ അതൊക്കെ ഉള്ളതാണ് എന്നൊക്കെ ഇബ്നു തൈമിയ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ഇബാറത്ത് വായിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ റിപ്പോർട്ട് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഇസ്തിഗാസക്കുള്ള തെളിവാണ് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഏതൊരു റജുൽ, ഒരു മനുഷ്യൻ ഖബറിലേക്ക് വന്ന് സഹായം ചോദിച്ചു അത്രേ. ആ റിപ്പോർട്ട് ഇബ്നു തൈമിയ കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? വകദാലിക അയ്ദൻ മാ യുർവ, അപ്രകാരം തന്നെ ഇങ്ങനൊരു റിപ്പോർട്ട്, റജുൽ വന്നതായ ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കർമ്മണി പ്രയോഗമാണ്, മജ്ഹൂലിന്റെ സീഗത്താണ് അവിടെ പ്രയോഗിച്ചത്. ഹദീസ് പണ്ഡിതന്മാരുടെ ഇസ്തിലാഹ പ്രകാരം ദുർബലമായ റിപ്പോർട്ടുകൾക്കാണ് ഇത് പ്രയോഗിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം എന്താ പറഞ്ഞത്? ഫഇന്ന ഹാദാ ലൈസ മിൻ ഹാദൽ ബാബ്, ഈ പറഞ്ഞ റിപ്പോർട്ട്, ഈ പറഞ്ഞ സംഭവം നമ്മുടെ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അഥവാ മഹാന്മാരുടെ ഖബർ സമീപിക്കാമെന്നും അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാമെന്നും അല്ലെങ്കിൽ അവരോട് ഖബറാളിയോട് സഹായം ചോദിക്കാമെന്നും വിഷയത്തിലൊന്നും ഇത് തെളിവല്ല. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും എനിക്കറിയാം. എന്ത് സംഭവങ്ങൾ? അതായത് ഖബറിലേക്ക് വന്ന് ചോദിച്ച കാര്യം നിറവേറ്റപ്പെട്ടു, അല്ലെങ്കിൽ വിഗ്രഹത്തെ സമീപിച്ചു. അങ്ങനെ ഒരു അവിശ്വാസിയായ, ബഹുദൈവ വിശ്വാസിയായ ഒരു മനുഷ്യൻ വിഗ്രഹങ്ങൾ സമീപിക്കുകയും അങ്ങനെ ചോദിക്കുകയും അയാൾ ചോദിച്ച കാര്യം നിറവേറ്റപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും എനിക്കറിയാം എന്നാണ് ഇബ്നു തൈമിയ പറഞ്ഞത്. അപ്പൊ അതൊന്നും സഹായം ചോദിക്കുവാനോ ഖബറിനെ സമീപിക്കുവാനൊന്നും തെളിവല്ല. അപ്പൊ അതിനെയാണ് മുസ്ലിയാക്കന്മാരൊക്കെ നേരെ ഉൾട്ടയായിട്ട് വളച്ചൊടിക്കുന്നത്. നിങ്ങൾ നോക്കണം, കിതാബുൽ ഇസ്തിഗാസയുടെ തൽഖീസിന് തുടക്കത്തിൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയായ മഖ്തൂത്തിൽ, മാനുസ്ക്രിപ്റ്റിൽ വന്ന എഴുത്താണിത്. അതായത് ഈ കിതാബ് കാണപ്പെട്ടത്, അഥവാ കിതാബു തൽഖീസുൽ ഇസ്തിഗാസ എന്ന ഗ്രന്ഥം കാണപ്പെട്ടത് വുജിദ ഫി മജ്മൂഇ മഖ്തൂത്തിൻ ഫി മക്തബത്തിൽ അഫാദിൽ ബനി ഷത്തി ശുയൂഖിൽ ഹനാബിലതി ഫി ദിമഷ്ഖ് ഷാം. ദമസ്കസിൽ അറിയപ്പെട്ട ഹൻബലി പണ്ഡിതന്മാരാണ് ആലു ഷത്തി. അഷത്തി എന്ന കുടുംബപ്പേരുള്ള പണ്ഡിതന്മാര് അറിയപ്പെട്ട ഹനാബിലത്താണ് ദിമഷ്കിൽ. അവരുടെ ലൈബ്രറിയിൽ പല മഖ്തൂത്താത്തുമുണ്ട്, കയ്യെഴുത്ത് പ്രതികളുമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം മഖ്തൂത്തിൽ കാണപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബു തൽഖീസുൽ ഇസ്തിഗാസ. അതിൽ കാണാൻ സാധിക്കും മൻഖൂലൻ മിൻ താരീഖിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. ഇബ്നു കസീറിന്റെ താരീഖിനോടൊപ്പം കാണപ്പെട്ടു വഖദ് ലഖസ അസ്ല കിതാബ് ശൈഖ് റളിയല്ലാഹു അൻഹു, അഥവാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കിതാബുൽ ഇസ്തിഗാസയുടെ അസ്ല് ഇഖ്തിസാർ ചെയ്തു, ചുരുക്കി എഴുതിയെന്ന്. ഇബ്നു കസീർ റിവായത്ത് ചെയ്തതല്ല, മറിച്ച് എന്താണ്, കിതാബ് ഇഖ്തിസാർ ചെയ്തതാണ്, അതിനെ ചുരുക്കി എഴുതിയതാണ്. അതിനുശേഷമുള്ള എഴുത്ത് ഷാമിൽ അറിയപ്പെട്ട പണ്ഡിതനായ ജമാലുദ്ദീൻ ഖാസിമിയുടെ കയ്യെഴുത്താണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു കസീറിന്റെ താരീഖിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്, എഴുതപ്പെട്ടതാണ്. ഹൈതു ഇഖ്തസറ ഹാദൽ കിതാബ ഫീഹി, അഥവാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇബ്നു തൈമിയയുടെ കിതാബുൽ ഇസ്തിഗാസ ഇഖ്തിസാർ ചെയ്തതാണെന്ന്. അപ്പൊ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇബ്നു കസീർ റിവായത്ത് ചെയ്തതല്ല, മറിച്ച് ഇഖ്തിസാർ ചെയ്തതാണ്, ചുരുക്കി എഴുതിയതാണ്. മാത്രമല്ല ഇബ്നു കസീറിന്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ അൽ ബിദായത്തു വൻ നിഹായ ആകട്ടെ, തഫ്സീറിന്റെ കിതാബിലാകട്ടെ പറഞ്ഞ ചില സംഗതികളൊക്കെ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള വ്യക്തമായ രേഖകൾ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ഇബ്നു തൈമിയയുടെ അസ്ല് കിതാബായ കിതാബുൽ ഇസ്തിഗാസയുടെ തഹ്ഖീഖ് പരിശോധിക്കുക. അതിന്റെ മുഹഖിഖായ പണ്ഡിതൻ ദുക്തൂർ അബ്ദുള്ള ബിൻ ദിജൈൻ അസ്സഹലി ഹഫിദഹുല്ലാഹ്, അദ്ദേഹം റിയാദിലെ അറിയപ്പെട്ട അഖീദ വിഭാഗത്തിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തഹ്ഖീഖിൽ, അതിൻ്റെ ആമുഖത്തിൽ പല തെളിവുകളും കാര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ തുല്ലാബുൽ ഇൽമ് വായിച്ച് ഉപയോഗപ്പെടുത്തുക, പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ സമസ്തക്കാരായ പണ്ഡിതന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഖ്തിലാസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇസ്തിഗാസ അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് മഴയ്ക്ക് വേണ്ടിയ സംഭവത്തെ അദ്ദേഹം ഹക്കാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ ഖബറുകളിലൊക്കെ പല സംഭവങ്ങളും എല്ലാം അദ്ദേഹം സത്യമായി അംഗീകരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന് സാധാരണ അവർ കൊണ്ടുവരാറുള്ള അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേജ് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹം ഇത് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ശിർക്കല്ല എന്ന് പറയുന്നുണ്ടോ? പിന്നെ എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ളത് ഉസ്താദ് വ്യക്തമാക്കിയാൽ വളരെ ഉപകാരമാവും. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്റെ ചോദ്യം പലപ്പോഴും ഇസ്തിഗാസവാദികളായ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന കിതാബിൽ നിന്ന് ഒരു ഭാഗം പോസ്റ്റ് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷവും ഖബറിലേക്ക് ചെന്നുകൊണ്ട് സഹായം ചോദിക്കാമെന്ന കാര്യം ഇബ്നു തൈമിയ സമ്മതിക്കുന്നുണ്ട്, അത് ഹക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്റെ ചോദ്യം എന്താണ് ഈ വിഷയത്തിലുള്ള സത്യാവസ്ഥ, നിജസ്ഥിതി? ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ്, തെൽബീസാണ്. യാതൊരു അടിസ്ഥാനം ഈ ഒരു ആരോപണത്തിനില്ല. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇങ്ങനെയുള്ള അനാചാരങ്ങളെ എതിർക്കുവാനും വിമർശിക്കുവാനും വേണ്ടിയാണ് ഈ ഒരു കിതാബ് എഴുതിയത്. ഖബർ സംബന്ധമായ അനാചാരങ്ങൾ, അതേപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുന്ന മറ്റു അനാചാരങ്ങളും ബിദ്അത്തുകളും ഖുറാഫാത്തും ഷിർക്കുമൊക്കെ എതിർക്കുവാൻ വേണ്ടി എഴുതിയ കിതാബാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ, പിഴച്ചുപോയ വിഭാഗക്കാരായ ജൂത ക്രൈസ്തവരെ അനുകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടി എഴുതിയ കിതാബാണ് ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീം. ഇപ്പൊ ഇവിടെ പോസ്റ്റ് ചെയ്ത ഈ ഒരു പേജിൽ തന്നെ എന്താ ഉള്ളത്? അതിൻ്റെ അവസാനം പറഞ്ഞ ആ ഒരു ഇബ്നു തൈമിയ നിലപാട് വായിക്കുകയില്ല. ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് ഈ ഒരു പേജിൽ വിശദീകരിക്കുന്നത്, അതായത് പലപ്പോഴും ഇസ്തിഗാസവാദികൾ വാദിക്കാറുള്ള, അവർ തെളിവായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, നാം മഹാന്മാരുടെ ഖബറിലേക്ക് പോയിട്ട് ചോദിച്ച കാര്യമൊക്കെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ സമാധാനിക്കും. ഇബ്നു തൈമിയ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടാൽ തന്നെ അത് ചോദിക്കാനുള്ള തെളിവല്ല എന്നാണ്. കാരണം പലപ്പോഴും വിഗ്രഹങ്ങളോട് ബൗദ്ധ വിശ്വാസികൾ പ്രാർത്ഥിക്കും, അവർ ചോദിക്കും, അവർ ചോദിച്ച കാര്യം നിറവേറ്റപ്പെടും. അതിന് പല കാരണങ്ങൾ ഇബ്നു തൈമിയ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കാര്യം നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ അത് ചോദിക്കാനുള്ള തെളിവല്ല, അഥവാ ചോദിച്ച കാര്യം അത് ഹക്കാണ്, സത്യമാണ് എന്നതിനൊരിക്കലും അത് തെളിവാകുകയില്ല എന്ന് ഇബ്നു തൈമിയ പറയുന്ന ഒരു ഭാഗമാണിത്. അതും പരിപൂർണമായും ഇവിടെ കൊടുക്കാതെ
തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇസ്തിഗാസവാദികൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. അതേപോലെ ഈ പേജിൽ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്, അതായത് ഖബറിൻ്റെ അരികിൽ വെച്ച് പലപ്പോഴും പല അത്ഭുതങ്ങളും സംഭവിക്കും, പല ഖവാരിഖുൽ അദദും സംഭവിക്കും. അങ്ങനെ നടക്കുന്ന ഈ ഖവാരിഖ് ഒരിക്കലും അത് ചോദിക്കാനുള്ള അല്ലെങ്കിൽ മഹാന്മാരുടെ ഖബർ സമീപിക്കാനുള്ള തെളിവല്ല. അപ്പൊ അതിനുള്ള ഇബ്നു തൈമിയ്യ നിലപാട് കൃത്യമായ നിലപാടാണ്. അതിൻ്റെ താഴെ ഭാഗം അവസാനത്തെ വരിയുള്ളത്, ആ അവസാനത്തെ വരി വായിക്കുകയില്ല. നോക്കൂ സഹോദരന്മാരെ, ഇവിടെ നാം പോസ്റ്റ് ചെയ്തത്, ഇവിടെ പലപ്പോഴും ഇസ്തിഗാസവാദികളായ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ ഒരു ഭാഗം ഇവിടെ പോസ്റ്റ് ചെയ്യുകയില്ല. അഥവാ ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖബറിന്റെ അരികിൽ നടക്കുന്ന ചില അത്ഭുതങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഖബറിന്റെ അരികിൽ വെച്ച് ഒരാൾ ചോദിച്ചു, ആ ചോദിച്ച കാര്യം നിറവേറ്റപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഖബറിലേക്ക് പോയിക്കൊണ്ട് അവിടെ നമസ്കരിക്കുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ അവിടെ വെച്ച് ഇബാദത്ത് അനുഷ്ഠിക്കുവാനൊന്നും തെളിവല്ല, അതൊന്നും അതിൽ നിന്ന് കിട്ടുകയില്ല എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗം അവിടെ വായിക്കുകയില്ല. വക്കുല്ലു ഹാദ, നോക്കൂ നിങ്ങൾ ആ പേജിന്റെ അവസാന ഭാഗം, വക്കുല്ലു ഹാദ, ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഖബറിനരികിൽ വെച്ച് നടക്കുന്ന അത്ഭുതങ്ങളാകട്ടെ, ഖവാരിഖുൽ ആദാത്താകട്ടെ, അല്ലെങ്കിൽ ചോദിച്ച കാര്യം നിറവേറ്റപ്പെട്ടു എന്ന സംഭവമാകട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നടന്നാൽ തന്നെ അതൊന്നും വക്കുല്ലു ഹാദ ലാ യഖ്തദി ഇസ്തിഹ്ബാബ അസ്സലാത്തി ഔ ഖസ്ദി ദുആഇ ഔ അൻ-നുസുകി ഇൻദഹ. അഥവാ ഖബറിന്റെ അരികിൽ വെച്ചുള്ള നമസ്കാരത്തിനോ അല്ലെങ്കിൽ പ്രാർത്ഥനക്കോ അവിടെ വെച്ച് ഇബാദത്ത് അനുഷ്ഠിക്കുവാനൊന്നും അത് തെളിവാകുകയില്ല, അതൊന്നും അതിൽ നിന്ന് കിട്ടുകയില്ല. എന്തുകൊണ്ട്? ലിമാ ഫി ഖസ്ദിൽ ഇബാദാത്തി ഇൻദഹ മിനൽ മഫാസിദ് അല്ലതി അല്ലമഹ അശ്ശാരിഉ കമാ തഖദ്ദം. എന്ന് വെച്ചാൽ ഖബറിന്റെ അരികിൽ വെച്ച് ഇബാദത്തുകളൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല ദോഷങ്ങളും അപകടങ്ങളും മഫാസിദും അതിൽ നിന്നുണ്ടാകും, സംഭവിക്കും. കാരണം അവിടെ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ തന്നെ, അള്ളാഹ്ക്ക് നമസ്കരിച്ചാൽ തന്നെ ആ ഖബറാളിയോടുള്ള പിന്നീട് ആരാധനയായി മാറുമത്. അതുകൊണ്ട് അതിലേക്കുള്ള വഴികളൊക്കെ ഇസ്ലാം കർശനമായി വിലക്കുകയും അതിലേക്കുള്ള വഴികളൊക്കെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫദക്കർതു ഹാദിൽ ഉമൂറ, ഇബ്നു തൈമിയ്യ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അരികിൽ വെച്ച് നടക്കുന്ന അത്ഭുതങ്ങൾ, ഖവാരിഖുൽ ആദാത്ത്, അല്ലെങ്കിൽ ചോദിച്ച കാര്യം നിറവേറ്റപ്പെട്ടു, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലരും ഉദ്ധരിക്കാറുണ്ട്. അതൊന്നും നാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരല്ല. ലിഅന്നഹ മിമ്മ യുതവഹമു മുആറതുഹു ലിമാ ഖദ്ദംനാഹു വലൈസ കദാലിക്. അപ്പോൾ നാം ഇവിടെ ഖബറിന്റെ അരികിലേക്ക് പോയിട്ട് അള്ളാഹുവിനോട് പോലും അവിടെ വെച്ച് പ്രാർത്ഥിക്കരുത്, അഥവാ പ്രാർത്ഥിക്കാൻ വേണ്ടി നാം ഉദ്ദേശം വെച്ചുകൊണ്ട് ഖബറിലേക്ക് തീർത്ഥാടനത്തിന് പോകരുത്, ശദ്ദുറിഹാൽ നടത്താൻ പാടില്ല, അവിടെ വെച്ച് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്ത് കിട്ടുമെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതൊക്കെ ശരിക്ക് ലാ തത്തഖിദു ഖബ്രി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്, അല്ലെങ്കിൽ നിത്യമായി സന്ദർശിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുത്. അങ്ങനെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയത് ആരാണ്? ജൂത ക്രൈസ്തവരാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് വിശദീകരിച്ച പ്രസക്തമായ വേറൊരു ഭാഗമാണിത്. അഥവാ ഒരു സഹാബിയും ഒരു താബിഇയും മുജ്തഹിദായ മുൻകാലങ്ങളിലുള്ള ഒരു ഇമാമും പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മഹാന്മാരുടെ ഖബറുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പോയതായ യാതൊരു രേഖയുമില്ല എന്ന്. വമാ അഹ്ഫദു ലാ അൻ സാഹിബിൻ, ഒരു സഹാബിയോ, വലാ അൻ താബിഇ, ഒരു താബിഇൽ നിന്നോ, വലാ അൻ ഇമാമിൻ മഅറൂഫിൻ അന്നഹു ഇസ്തഹബ്ബ ഖസ്ദ ശൈഇൻ മിനൽ ഖുബൂരി ലിദ്ദുആഇ ഇൻദ. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മഹാന്മാരുടെ ഖബറുകളിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പിൽക്കാലങ്ങളിൽ വന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഖുർആനിക ആയത്തോ അല്ലെങ്കിൽ സഹീഹായ ഹദീസോ അല്ലെങ്കിൽ സഹീഹായ ആസാറുകൾ പോലും സഹാബിമാരുടെ, താബിഈങ്ങളുടെ,
മുജ്തഹിദുകളായ ഇമാമിയങ്ങളുടെ നാം ചോദിക്കട്ടെ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എപ്പോഴെങ്കിലും ഖബറിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇമാം ഷാഫിയുടെ പേരും പറഞ്ഞിട്ട് ഈ കൂട്ടർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയാണ്, വലാ റവാ അഹദുൻ ഫീ ദാലിക ശൈഅ ലാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ സ്വഹാബതി വലാ അൻ അഹദ് മിൻ അഇമ്മത്തിൽ മഅറൂഫീൻ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊന്നും പൂർവികരായ നമ്മുടെ സഹാബികളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ മുജ്തഹിദുകളായ ഇമാം ഷാഫിഈ പോലെയുള്ള ഇമാമിങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനൊക്കെ വിരുദ്ധമായി കൊണ്ടാണ് പിൽക്കാലങ്ങളിൽ പലരും ഖബറിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്ക് അള്ളാഹുവിനുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്തിഖാറ ശിർക്കാണെന്ന് പറയുന്ന വേറെ ഭാഗമുണ്ട്. അതൊന്നും ഇവിടെ ഈ കിതാബിൽ നിന്ന് പോസ്റ്റ് ചെയ്യുകയോ വായിക്കുകയോ ചെയ്യുകയില്ല. അപ്പൊ ഇത് വെറും തെൽബീസും തെശ്വീഷും മാത്രമാണ് ഈ കൂട്ടർ ഉദ്ദേശിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. മഹാന്മാരോടുള്ള സഹായാർത്ഥന ഇസ്തിഗാസ ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന കിതാബാണ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം. ഇതിന്റെ 750-ാമത്തെ പേജിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞു, അന്ന ശിർക വഖഅ കസീറ, ശിർക്ക് ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ഖബറാളികളോട് ശിർക്കും, വകദാലിക ശിർകു ബിഅഹ്ലിൽ ഖുബൂർ ബിമിസ്ലി ദുആഇഹിം, അവരോടുള്ള ദുആ പോലെ എന്ന് പറഞ്ഞാൽ സഹായാർത്ഥന ഇസ്തിഗാസ പോലെ അവർക്കുള്ള കീഴ്വണക്കം, കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുവാനുള്ള അവരിലേക്കുള്ള റഗ്ബത്ത്, ആഗ്രഹം, താല്പര്യം ബോധിപ്പിക്കുക, ഇതൊക്കെ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് സമർപ്പിക്കപ്പെടുന്ന നമസ്കാരമായ ആ ഒരു പ്രാർത്ഥന, നമസ്കാരം പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ അള്ളാഹ്ക്കുള്ള ദുആ പോലും ഖബറിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിഅല്ലാ യുഫ്ദിയ ദാലിക ഇലാ നൗഅ മിന ശിർകി ബിറബ്ബിഹിം. അപ്പോൾ ഖബറിൽ വെച്ച് അള്ളാഹ്ക്കുള്ള ഇബാദത്തായ നമസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ഖബറാളിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പം അതുകൊണ്ട് ആ ഒരു ശിർക്കിലേക്കുള്ള വസീല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. فكيف إذا وجد ما هو نوع من الشرك ما هو نوع الشرك من الرغبة إليهم سواء طلب منهم قضاء الحاجات وتفريج الكربات أو طلب منهم أن يطلبوا ذلك من الله تعالى. ഇബ്നു തൈമിയ്യ ചോദിക്കുകയാണ്, അള്ളാഹ്ക്കുള്ള പ്രാർത്ഥനയായ ദുആ ആയ നമസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടെങ്കിൽ ഖബറിൽ വെച്ച് സാക്ഷാൽ ശിർക്ക് സംഭവിച്ചാൽ എങ്ങനെയുണ്ടാകും? എന്താണ് ആ ശിർക്ക്? അതായത് മരിച്ചുപോയ മഹാന്മാര് തൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരും എന്ന താല്പര്യത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി മഹാന്മാരോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്. സവാഉൻ തലബ മിൻഹും ഖദാ അൽ ഹാജാത്ത്, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുവാൻ വേണ്ടി അവരോടുള്ള സഹായാർത്ഥനയാകട്ടെ, തഫ്രീജൽ കുർബാത്ത്, പ്രയാസങ്ങളൊക്കെ നീക്കി തരുവാൻ വേണ്ടി അവരോടുള്ള സഹായാർത്ഥന, ഔ തലബ മിൻഹും അൻ യത്ലുബു ദാലിക മിനല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലും മഹാന്മാർ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും എന്ന റഗ്ബത്തോട് കൂടി മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലും ശിർക്കാണ് ഇബ്നു തൈമിയ്യ. സഹോദരന്മാരെ, വളരെ വ്യക്തമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ ഗണ്ഡിതമായും ഉണ്ടായിട്ടും ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം പോസ്റ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഹക്ക് ഉദ്ദേശിക്കുന്ന, ഹക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശൈലിയല്ല എന്ന് നാം മനസ്സിലാക്കണം. വസല്ലല്ലാഹു വസല്ലം അല നബിയ്യിന റസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.